സുഗതോത്സവം നടക്കുന്ന വേദിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് സുഗതകുമാരി ടീച്ചറിന്റെ സ്മരണാർത്ഥം ഒരുക്കിയ സുഗതവനമാണ്. സുഗതവനത്തിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. അതായത് സുഗതവനം എന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഇവിടെ കൊണ്ടുവരാൻ കാരണം നമ്മുടെ നാട്ടിൽ വനം ഇല്ലാതെയാകുന്നു എന്നുള്ളതും എപ്പോഴും മരങ്ങൾക്ക് വേണ്ടിയും ജീവജാലങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ശബ്ദമുയർത്തിയിട്ടുള്ള കവയിത്രി എന്ന നിലയിൽ സുഗതകുമാരിയുടെ സ്മരണ നിലനിർത്താൻ എന്തുകൊണ്ടും ഏറ്റവും മനോഹരമായ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഒരു വനം സുഗതകുമാരിയുടെ സ്മരണാർത്ഥം ഒരുക്കുക എന്നത് തന്നെയാണ് എന്നാണ് ഇതിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കിയത്. നമുക്കറിയാം സൈലന്റ് വാലിക്ക് വേണ്ടിയൊക്കെ സുഗതകുമാരി ടീച്ചർ ശബ്ദമുയർത്തിയത് എത്രമാത്രമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തികച്ചും അനുയോജ്യമായ ഒരു സ്മാരകം തന്നെയാണ് സുഗതകുമാരി ടീച്ചർക്ക് ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള സുഗതകുമാരി ടീച്ചറിനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്നവർ എല്ലാവരും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. തികച്ചും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ വനം ഒരുക്കിയിരിക്കുന്നത്. പലതരത്തിലുള്ള വൃക്ഷങ്ങളും ചെടികളുമൊക്കെ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ശരിക്കും പ്രകൃതിയെ ടീച്ചർ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അത്രമാത്രം ടീച്ചർ ഈ ലോകത്ത് നിന്ന് പോയതിനു ശേഷവും ടീച്ചറിനെ ഓരോ ആൾക്കാരും സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടി തന്നെയാണ് ഈ സുഗതവനത്തിലെ കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകർക്ക് ഞങ്ങൾ നൽകുന്നത്. പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി വീറോടെ ഒരേ മനസ്സോടെ പൊരുതിയ സുഗതകുമാരിയുടെ ആഗ്രഹമായിട്ട് ജന്മനാടായ ആറന്മുളയിൽ ഒരുങ്ങിയ സ്മൃതിവനം, ഒരു താമരപ്പുക, അതിനു ചുറ്റും വനം, മിണ്ടാപ്രാണികൾക്ക് കുടിക്കാനും വസിക്കാനും ഒരിടം, ഇതൊക്കെ സുഗതകുമാരി ടീച്ചറിന്റെ ആഗ്രഹമായിരുന്നു. ആറന്മുളക്കാരുടെ യത്നമാണ് സുഗതവനത്തിലൂടെ സഫലമായത്. ടീച്ചർ തന്റെ ജന്മനാട്ടിൽ വരുമ്പോഴൊക്കെ പച്ചപ്പിന്റെ സൗന്ദര്യവും പക്ഷികളുടെ കളകൂചനവും ആവോളം ആസ്വദിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു. പച്ചിലപ്പടപ്പുകളിൽ ഊഞ്ഞാലാടുന്ന കവളങ്കാളിക്കൂട്ടങ്ങളെ നോക്കി മതിമറന്ന് അനുഭൂതിദായകമായ നിമിഷങ്ങൾ ഓർത്ത് വരികൾ കുറിച്ചിട്ടുണ്ട് ടീച്ചർ. കാറ്റിൽ ഇളകിയാടുന്ന മരച്ചില്ലകളിൽ ഹൃദയസ്പർശം ഉണ്ടായപ്പോൾ അത് നാടിന്റെ നിരവധി ഉണർത്തുപാട്ടുകൾക്ക് ജന്മം നൽകാനിടയായി. ആറന്മുളയിൽ വന്ന് മടങ്ങുന്നത് എപ്പോഴും കുറേ സ്വപ്നങ്ങളുമായിട്ടായിരുന്നു. ഒരു താമരപ്പൊയ്ക, അതിനു ചുറ്റും വനം, മിണ്ടാപ്രാണികൾക്ക് കുടിക്കാനും വസിക്കാനും ഒരിടം, ഈ ആഗ്രഹാഭിലാഷം പലപ്പോഴും ടീച്ചർ പങ്കുവച്ചിട്ടുണ്ട്. അന്നൊന്നും വ്യക്തമായ ഒരു ഉത്തരം ടീച്ചർക്ക് ലഭിച്ചില്ല. ഇന്നിപ്പോൾ ആ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിഞ്ഞിരിക്കുകയാണ്. ടീച്ചർ എന്താഗ്രഹിച്ചോ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ആറന്മുളക്കാരുടെ യത്നം സഫലമാവുകയാണ്. സുഗതവനം പദ്ധതി ഉദ്ഘാടനം ചെയ്തതോടെ പ്രകൃതിയുടെ കാവലാളായി ജീവിതകാലം മുഴുവൻ പോരാടിയ സുഗതകുമാരിക്ക് അതൊരു ഉചിത സ്മാരകമാവുകയാണ്. ഭാവി തലമുറയ്ക്ക് അറിയാനും പഠിക്കാനുമുള്ള പ്രകൃതിയുടെ പാഠശാലയാണ് ഒരർത്ഥത്തിൽ സുഗതവനം. പ്രകൃതി ഒരു തുറന്ന പുസ്തകമാണ് എന്ന ടീച്ചറിന്റെ അഭിപ്രായത്തെ സാധൂകരിക്കുന്ന ഒരിടം. പൊയ്കയിലെ താമരപ്പൂവ് ആറന്മുളേശനുള്ള അർച്ചനാദ്രവ്യമാണത്രേ. മീനും തവളയും സൂക്ഷ്മജീവികളും സന്തോഷമായി കഴിയുന്ന ജലാശയം, അത് സൗഹൃദത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. വള്ളിപ്പടർപ്പുകളും മരഞ്ചാടികളും കൊണ്ട് നിറഞ്ഞ വനം ആവാസ വ്യവസ്ഥയുടെ നേർക്കാഴ്ച ആവണം എന്നാണ് ടീച്ചറുടെ ആഗ്രഹം. അത് അതുപോലെ തന്നെ ആയിരിക്കുന്നു. വേദവാക്യം പോലെ ആ ധന്യവചസ്സുകളെ നെഞ്ചിലേറ്റാൻ ആറന്മുളക്കാർ തയ്യാറായി. അന്നു മുതൽ ആരംഭിച്ച പ്രവർത്തനത്തിന് ഫലം കണ്ടിരിക്കുന്നു. ടീച്ചർ ജീവിച്ചിരുന്ന കാലത്ത് സ്വപ്നം പൂവണിഞ്ഞില്ല എങ്കിലും അതിന്റെ ഒരു തുടക്കം കുറിക്കാൻ ഇപ്പോൾ സാധിച്ചു. ടീച്ചറുടെ ആഗ്രഹ അഭിലാഷങ്ങളുടെ മൂർത്ത രൂപമാണ് സുഗതവനം.